1973 കാലഘട്ടത്തിലെ കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗോവിന്ദൻ ദീപ്തി അദ്ദേഹമാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. എത്ര വർഷമായി ഒരു കലാരംഗത്ത് തുടരുന്നു? 50 വർഷമായി. അതായത് 1974 മുതൽ. ആദ്യം എനിക്കുണ്ടായ ദീപ്തി ആർട്സ് എന്ന സ്ഥാപനമാണ് തൃക്കരിപ്പൂരിൽ. 1974 മുതൽ. ആ സമയം മുതലേ പിന്നെ മേക്കപ്പിന് പോകുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് മേക്കപ്പിന് വന്നത് ഈ സ്കൂളിലാണ്, ഇതിനുള്ള സ്കൂളിൽ. എത്ര കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഏകദേശം അതിന് കണക്കില്ല, ഒരു 10,000-ന് മേലെ ആയിട്ടുണ്ടാവും ഏകദേശം. കുട്ടികൾക്ക് ചിത്രം വരക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ചിത്ര ഇപ്പൊ ആ ഒരു വരെ ജീവിതമൊക്കെ ഉണ്ടാവൂലേ? ഈ കലാപരത്തുള്ള ജീവിതം എങ്ങനെയായിരുന്നു? ഈ കലയോട് കൂടിയുള്ള ജീവിതം എങ്ങനെയായിരുന്നു? ഇത് വളരെ സുന്ദരായിരുന്നു. നല്ല മനസ്സിന് ഭയങ്കര തൃപ്തി നൽകുന്ന ഒരു ജോലിയായിരുന്നു. കാരണം മേക്കപ്പിന് പോയാൽ തന്നെ പിന്നെ ഉറക്കൊഴിഞ്ഞാലും ഒരു ഭയങ്കര മനസ്സിനൊരു സന്തോഷം കിട്ടും. ഇപ്പം എഞ്ചിനീയർ ആണല്ലോ ജോലി ചെയ്യുന്നത്. അതെ അതെ, ഞാൻ ബിൽഡിംഗ് എഞ്ചിനീയറാണ്. 1988 മുതൽ ഇപ്പം ബിൽഡിംഗ് എടുപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ ജീവിതത്തിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ? ഇത്രയും വർഷത്തിൽ എൻ്റെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ചിത്രങ്ങൾ വരച്ചു. ഇപ്പം ഫേസ്ബുക്കിൽ നേർവര എന്ന് പറഞ്ഞ ഒരു പങ്ക്തി ചെയ്യുന്നുണ്ട്. നേർവര, അതായത് അരമണിക്കൂറിൽ ചിത്രം വരച്ചിട്ട് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാര് വലിയ ആൾക്കാരുടെ ചിത്രം, ഏകദേശം 1000 ചിത്രങ്ങൾ വരച്ചു. അത് കണ്ടിട്ടാണ് എനിക്ക് കേരള പിന്നെ മലയാള പുരസ്കാര സമിതിന്റെ പിന്നെ കൊച്ചിയിലെ ആസ്ഥാനമായ പിന്നെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയത്, മികച്ച ചിത്രകല പറഞ്ഞിട്ട്. അത് ഞാൻ പോയിട്ട് വാങ്ങി. അത് എനിക്ക് പിന്നെ അവാർഡ് തന്നത് സംവിധായകൻ പിന്നെ ഹരിഹരനാണ്. അതിനുശേഷം ആൾക്കാർ ഒരുപാട് അനുമോദനങ്ങൾ എനിക്ക് തന്നു. അന്നത്തെ കലോത്സവ ജീവിതവും അന്നത്തെ മേക്കപ്പും ഇന്നത്തെ മേക്കപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് നമുക്ക് മേക്കപ്പിന് പോയി കഴിഞ്ഞാല് പിന്നെ ഏകദേശം ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു 100-200 കുട്ടികളുണ്ടാവും. അത് അവസാനം പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു തുക എനിക്ക് തരും. അപ്പൊ കണക്ക് പറയില്ല. ഇന്നതല്ല, ഇന്നൊരു ഡാൻസിന് മേക്കപ്പ് 2500 രൂപയാണ് വാങ്ങുന്നത് ഒരു കുട്ടിക്ക്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്റെ 50 വർഷത്തെ ജീവിതകഥയാണ് നമ്മളോട് ഇപ്പൊ സാർ പറഞ്ഞിട്ടുള്ളത്. സാറിന്റെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ക്യാമറാമാൻ ബാലകൃഷ്ണൻ പാലിക്കിനോടൊപ്പം ദേവിക, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്.